ഹായ് ഫ്രണ്ട്സ്, പരാഗ് ശക്തി. നമ്മുടെ അമരന് ശേഷം ശിവകാർത്തിക നായകനായി വരുന്ന പുതിയ സിനിമയാണ്. ഇതിൽ നമ്മുടെ സുധാ കൊങ്കരയാണ് ഡയറക്ടർ. നമുക്കറിയാം ഈ സുധാ കൊങ്കരയുടെ മൂവി സുറ റിപ്പോർട്ടർ, അത് വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി ആയിട്ട് കണ്ടൊരു മൂവിയാണ്. അപ്പോൾ അതിൽ ഈ ശിവകാർത്തികനായിട്ട് വരുന്ന പുതിയ മൂവിയിലൊരു പ്ലോട്ട് എന്ന് പറഞ്ഞാൽ കോളേജുമായിട്ടൊരു പ്ലോട്ടാണ്. അതിലേക്ക് ഔട്ട്സൈഡേഴ്സ് ഇൻവോൾവ് ആവുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതാണ് എനിക്ക് ഈ ടീസർ കണ്ടപ്പോൾ തോന്നിയത്. അതിലിപ്പോൾ എടുത്തു പറയേണ്ടത് ജയൻ രവിയുണ്ട്, പിന്നെ ശ്രീലീല, നമ്മുടെ ഈ എന്താ പറയുക കടുകുമണി പൊട്ടിത്തെറിച്ച് പോലെ ഡാൻസ് ചെയ്യുന്ന പെൺകുട്ടി ഉണ്ടല്ലോ, അവിടെ ഈ അടുത്ത് വന്നിട്ട് പുഷ്പയിൽ പോലും പാടിയിട്ടുള്ള മറ്റേ എന്താ പറയുക ആര് പോലുള്ള ഒരു സോങ് ഒക്കെ ഉണ്ടല്ലോ, കിസ് കിസ് കി വേണ്ട, അങ്ങനെ ആ ഒരു സോങ്ങൊക്കെ വരുന്നത്. അപ്പം അതിലുണ്ട്. പിന്നെ നമ്മുടെ കുറേ സിനിമ തെലുങ്കിലാണ് ഇവർ മെയിനായിട്ട് എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്നത്. അതിൽ നല്ല ഡാൻസറാണ്, നല്ല ഗുഡ് ലുക്കിംഗ് ആണ്. അപ്പോൾ അവരുണ്ട്. പിന്നെ അതിനുശേഷം നമ്മുടെ അദർവൈ ഉണ്ട്. അങ്ങനെ ബാക്കി പിന്നെ കുറച്ച് ആളുകൾ. ഇതിൻ്റെ പ്ലോട്ട് ടീച്ചർ കണ്ടപ്പോൾ മനസ്സിലായത് ഒരു കോളേജും അതിൽ എങ്ങനെ ഒരു വൺ മാൻ ആർമിയായി വരുന്നു, അങ്ങനെ കുറച്ച്. കാരണം പിള്ളേർക്ക് അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് നേരെ ശബ്ദിക്കുക എന്നൊരു നേതാവ്. കാരണം എനിക്ക് ഇതെല്ലാം ഓൾറെഡി കണ്ടുവന്ന സാധനമാണ്. ഇല്ലാണ്ട് ഇതിൽ പുതിയതായിട്ടൊന്നും കാണാനില്ല. കാരണം ഓൾറെഡി നമ്മുടെ ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ എന്തോ ഒരു സിനിമകളുണ്ട്, പിള്ളേർക്ക് വേണ്ടി പോരാടാൻ വേണ്ടി നിൽക്കുന്ന എന്തോ ഒരു ക്യാരക്ടർ വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നുള്ളത് സിനിമ കണ്ടേ പറയാൻ പറ്റുള്ളൂ. കാരണം സിനിമയുടെ പ്ലോട്ട് ഇതാണ്, കോളേജ് വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും. അതിൽ ശിവകാർത്തികൻ ഒരു സ്റ്റുഡൻ്റ് ആണോ എന്നറിയില്ല, ബാഗൊക്കെ ഇട്ട് നടക്കുന്നുണ്ട്. അതിൽ ഇദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡും ആ ഒരു ഇതെല്ലാം ഫ്രെയിംസ് എല്ലാം കാണുമ്പോൾ എനിക്ക് മനസ്സിലായത് ഈ പഴയ വിജയിനെയൊക്കെ പിടിച്ച് തൂക്കിയിട്ട് നടക്കില്ലേ, അതേപോലെ എനിക്ക് അതൊക്കെ തോന്നി. കാരണം വിജയിൻ്റെ ആ ഒരു പോലുള്ള ആറ്റിറ്റ്യൂഡും ആ ഒരു മാനറിസവും ഒക്കെയാണ് അദ്ദേഹം കാണിക്കാൻ ശ്രമിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു. അദ്ദേഹം അങ്ങനെ കാണുന്നു. കാരണം വിജയ് ഇപ്പോൾ സിനിമയിലില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇനി വിജയിനെ പോലെ കാണിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ റോളിലേക്ക് വരാനുള്ള പല പരിപാടിയൊക്കെ ആയിരിക്കും. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ആക്ടിങ്, കഥ നല്ലതാണെങ്കിൽ മാത്രമേ സിനിമ ഓടുകയുള്ളൂ. കാരണം ആക്ടിങ് പറഞ്ഞാൽ അങ്ങനെ വലിയ ആക്ടിങ് പ്രതീക്ഷിക്കരുത്. എനിക്കങ്ങനെ വലിയതായിട്ട് ഇയാളുടെ സിനിമയിൽ വലിയതായിട്ട് തോന്നുന്നില്ല. കാരണം ഈവൻ അമരനിൽ പോലും വലിയതായിട്ടൊന്നും പറയാനുള്ളതൊന്നുമില്ല ആ ഒരു കഥ. പിന്നെ ശിവകാർത്തികൻ ഓൾറെഡി നമ്മൾ അത്യാവശ്യം ഇങ്ങനെ ഒരു എന്താ പറയുക ബബ്ലി ആയിട്ട് നടക്കുന്ന ക്യാരക്ടറിലേക്ക് ഇപ്പോൾ പെൺകുട്ടീൻ്റെ ബാക്കിൽ പോയി പ്രണയിക്കുക, പിന്നെ ഒരു ആസ് യൂഷ്വൽ കോമഡിസ്റ്റ് ഒരു പിന്നെ തമിഴ്നാട്ടിലൊക്കെ അത് വലിയ രസം കൊള്ളുന്ന തമാശകളൊക്കെ പറയുക. കാരണം പണ്ടത്തെ ഒരു ചെറിയൊരു ട്രാക്ക് ഉണ്ടല്ലോ, ആ രീതിയിലേക്ക്. ഇല്ലാതെ എടുത്തു പറയേണ്ട സിനിമ എന്ന് പറയുന്നത് ആകെ ഉള്ള അദ്ദേഹത്തിന് എന്താ പറയുക ഈ അമരനാണ്. അമരനിൽ ആ ഒരു ആർമി ബേസ്ഡ് സിനിമ, അതിലേക്ക് ഇദ്ദേഹത്തിൻ്റെ റോളൊന്നും എനിക്ക് സിനിമ കണ്ടപ്പോൾ അങ്ങനെ വലുതായിട്ട് തോന്നുന്നില്ല. കാരണം സിനിമയുടെ ആ ഒരു പ്ലോട്ടും മറ്റേ ആ ഒരു ഇമോഷണൽ നമ്മളെ ട്രേസ് ചെയ്യുന്നതൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ വേറൊരു വ്യക്തിയുടെ യഥാർത്ഥ ജീവിത കഥയായിരുന്നു, അതെല്ലാം ഇത് ചെയ്തു. പക്ഷേ അത് ഓക്കെയാണ്. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ അഭിനയം പറയുന്നത് വലിയ തോന്നിയിട്ടൊന്നുമില്ല. കാരണം അദ്ദേഹത്തിന് അങ്ങനെ വലിയ എടുത്തു പറയേണ്ട അഭിനയിച്ച് ഉള്ള സിനിമകളൊന്നും തോന്നിയില്ല. എല്ലാം ഒരു ഓവറോൾ എന്താ പറയുക ഈ സ്റ്റാർഡം പിടിച്ചിട്ടുള്ള സിനിമകളോ ഇല്ലെങ്കിൽ ഈ ഫാൻറ്റസി പോലെ എന്ന് വെച്ചാൽ അങ്ങനെ കഥലിക്കുക, അതിൻ്റെ പിന്നെ നടക്കുക, അങ്ങനെയുള്ള സിനിമ ഉണ്ടല്ലോ, അതൊക്കെയാണ്. ഇനിയിപ്പോൾ മറ്റു ആക്ടേഴ്സൊക്കെ ഇവിടെ എന്താ പറയുക പിന്നിലേക്ക് വലിഞ്ഞ കാരണം ഇദ്ദേഹത്തിൻ്റെയൊക്കെ വലിയ എന്താ പറയുക ക്യാൻവാസ് കിട്ടുമായിരിക്കും. കാരണം അങ്ങനെ. അപ്പോൾ എന്തായാലും പടത്തിൻ്റെ ഫ്രെയിംസൊക്കെ അത്യാവശ്യം ഓക്കെയാണ്. കാണിക്കുന്ന ഈ ടീസറിൽ കണ്ടിട്ടുള്ള ഫ്രെയിംസെല്ലാം അത്യാവശ്യം നല്ല ഫ്രെയിംസ് ഒക്കെയാണ്. പക്ഷേ ഇനി കഥേൻ്റെ ചുരുക്കം വൺ ലൈൻ എനിക്ക് നോക്കിയപ്പോൾ ടീസർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു വൺ ലൈൻ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇത് തന്നെയാണ്. പക്ഷെ അതൊക്കെ നമ്മൾ ഓൾറെഡി മലയാളികളെ കണ്ട് മറന്നായിരിക്കും. തമിഴിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എന്നിരുന്നാലും ഇനി വരുന്ന അപ്ഡേറ്റുകൾ വല്ലതും വരികയാണെങ്കിൽ, ഇല്ലെങ്കിൽ ഇനി ട്രെയിലറൊക്കെ വരുമ്പോൾ ഞാൻ ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു.